തിരുവനന്തപുരത്ത് ഗ്യാസ് പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. കല്ലടിമുഖം ഓൾഡ് ഏജ് ഹോമിലാണ് ഗ്യാസ് പൊട്ടിത്തെറിച്ചത്. തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലുള്ള സായാഹ്നം ഓൾഡ് ഏജ് ഹോമിലാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ശരിയാണ്. പ്രശാന്ത്, എപ്പോഴായിരുന്നു അപകടം? മറ്റു വിശദാംശങ്ങളും എന്തൊക്കെയാണ്? കല്ലടിമുഖം എന്ന സ്ഥലത്താണ് സായാഹ്നം വൃദ്ധസദനം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് അപകടമുണ്ടായത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നത്. പാചകം ചെയ്യുന്നതിനിടയിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഈ അടുക്കള എന്ന് പറയുന്ന ഭാഗം. ആ അടുക്കളയിലാണ് ഇത്തരത്തിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചത്. ഗ്യാസ് മാറ്റി സ്ഥാപിക്കുന്നതിനിടയിൽ അറിയാതെ കത്തുന്ന ഗ്യാസ് മാറ്റുന്നതിനിടയിൽ അറിയാതെ പൊട്ടിത്തെറിക്കുന്നതായിരുന്നാണ് ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ജീവനക്കാർക്ക് പൊള്ളലേൽക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. കൈക്കും കാലിനുമൊക്കെ പൊള്ളലേൽക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇത് രാവിലെയോട് കൂടിയായിരുന്നില്ല, എങ്ങനെയാണ് സംഭവിച്ചത്? അല്ല, ഇവിടെ ഉച്ചത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കുന്ന സമയത്ത് ഓൾറെഡി ഗ്യാസ് തീർന്ന് മറ്റൊരു കുറ്റി കണക്ട് ചെയ്യുന്ന സമയത്ത് ആ കുറ്റിയിൽ ലീക്ക് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓൾറെഡി ഗ്യാസ് പുറത്തോട്ട് സ്പ്രെഡ് ചെയ്ത് കുക്ക് അകത്തുണ്ടായിരുന്നു. കുക്ക് ഒരു ഗ്യാസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അപ്പോൾ പുള്ളി വിളിച്ചിട്ടാണ് ഞാൻ പുറത്തുനിന്ന് വന്നപ്പോഴേക്കും പെട്ടെന്ന് കത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരെയും പുറത്താക്കി, ഇൻമേറ്റ്സിനെയും പുറത്താക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ തന്നെ 108 ആംബുലൻസിലും പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ചു. പെട്ടെന്ന് ഫയർഫോഴ്സും എത്തിയായിരുന്നു. കെ പി, അതുതന്നെയാണ് ഈ ഗ്യാസ് മാറ്റുന്നതിനിടയിൽ, കാലിയായിട്ടുള്ള ഗ്യാസ് മാറ്റുന്നതിനിടയിൽ ആണ് അപകടമുണ്ടാകുന്നത്. വലിയ അപകടം തന്നെയാണ്. പക്ഷേ വലിയ അപകടം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അറിയാം, അതിൻ്റെ ഭിത്തിയെല്ലാം ഇളകി കിടക്കുന്നത് കാണാൻ കഴിയും. എന്തായാലും അപകടമുണ്ടായെങ്കിലും ഭാഗ്യത്തിന് ആളുകൾക്കാർക്കും വലിയ ആളപായം ഉണ്ടായില്ല എന്നത് തന്നെ ഏറ്റവും ഭാഗ്യമായിട്ട് കാണുന്നു. ഈ അടുക്കള പൂർണ്ണമായിട്ടും പലയിടങ്ങളിലെല്ലാം ഈ തരത്തിൽ ഈ അപകടം മൂലം സ്ലാബുകളടക്കം പൊട്ടിത്തെറിച്ച, മേളിൽ നിന്നുള്ള സ്ലാബുകളടക്കം ഇളകിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ ആറ്റുകാൽ വാർഡിൻ്റെ BJP കൗൺസിലർ കൂടി ചേരുന്നുണ്ട്. ഇത് എപ്പോഴാണ് നമസ്തേ. അറിയുന്നത് 10 മണിക്കാണ്. 10 മണിക്ക് ഇവിടുത്തെ മാഡം എന്നെ വിളിച്ചിങ്ങനെ ഞാൻ തുടർന്ന് ഇവിടെ വരികയും മേയറെ വിവരം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ മേയറെ നിർദ്ദേശപ്രകാരം ബാക്കിയുള്ള അടുത്തുള്ള വാർഡിലെ കൗൺസിലേഴ്സ് ഇവിടെ എത്തുകയും നമുക്ക് മെയിനായിട്ടൊരു ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇന്ന് അവധി ദിവസമായിട്ട് നമ്മുടെ കുറച്ച് നഗരസഭയുടെ പണിക്കാർ തൊട്ടപ്പുറത്ത് പറമ്പ് വൃത്തിയാക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ശബ്ദം കേട്ട് അവരെത്തുകയും വലിയൊരു അപകടം ഒഴിവായി കിട്ടി. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും അവരും കൂടെ ചേർന്നാണ് നമുക്കിവിടെ 17 അച്ഛന്മാരും 24 അമ്മമാരും ഉണ്ട്, 41 പേര്. അവരെ താഴെ ഇറക്കുകയും ചെയ്തു. പിന്നെ ഞാൻ വന്ന സമയത്ത് ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും അവരിവിടെ വന്ന് ആരെയും അകത്ത് വരണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫോണൊക്കെ കൊണ്ട് വെളിയിൽ വെച്ചു. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ലൈറ്റൊന്നും ഇടണ്ട എന്ന് പറഞ്ഞ് അവർ കൂടെ ഉണ്ടായിരുന്നു. പോലീസ് എത്തുകയും എല്ലാവരും എത്തി. പിന്നെ നമുക്കിവിടെ അപകടം പറ്റിയ മായ എന്ന് പറഞ്ഞ ചേച്ചിയെ PRS ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ നിലവിൽ അവിടുത്തെ 2 കൗൺസിലർമാരായ കരമന കൗൺസിലറും നെടുങ്കാട് കൗൺസിലറും അവിടെ പോയി അവരെ കാര്യങ്ങളെല്ലാം തിരക്കി. ഡെപ്യൂട്ടി മേയറും അപ്പം തന്നെ ഇവിടെ എത്തി. അവരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫിലുള്ള ആൾക്കാർ അരമണിക്കൂറോടുകൂടി തന്നെ ഇവിടെ എത്തി സാഹചര്യം കണ്ടു. ഇപ്പോൾ ഇലക്ട്രിക്കൽ പണി തുടങ്ങാനായിട്ട് പോവാണ്. KCB-കാരെത്തി അവിടുത്തെ കറണ്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെന്ന് എല്ലാവരും വളരെ നിർദ്ദേശപ്രകാരം എല്ലാവരും ഒരുപാട് സഹകരിച്ചു. പിന്നെ അവരെ ഫുഡ് നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ അടുക്കളയുടെ അവസ്ഥ ഇതാണ്. അപ്പം അടുക്കള പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതുവരെയുള്ള ഫുഡ് നഗരസഭയാണ് നോക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് അവർക്ക് കൊടുത്തു. ഇനി വൈകിട്ടുള്ള ചായ, വൈകിട്ടത്തെ ഫുഡ് മെനു അനുസരിച്ച്. നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാനമാണ്. പിന്നെ ഒപ്പം ഡോക്ടർമാർ വന്ന് പരിശോധിക്കുകയുണ്ടായി. ആർക്കും എല്ലാവരും പാനിക്കായിരുന്നു. അച്ഛനമ്മമാർ വലിയ ശബ്ദമുണ്ടായിട്ടുണ്ട്. വലിയ ശബ്ദമല്ല, അവർ പെട്ടെന്ന് പേടിച്ചു പോയി. നിലവിൽ ആരോഗ്യമില്ലാത്തവരാണ് നമ്മളറിയാമല്ലോ. അപ്പോൾ അവർ ഭയങ്കരമായിട്ടുള്ളൊരു പേടിച്ച് കേട്ടോ. അപ്പോൾ ഡോക്ടർമാർ വന്ന് നോക്കി അവരെ BP എല്ലാം ചെക്ക് ചെയ്ത് അവരെല്ലാം നോർമലാണ്. ഇപ്പോൾ എല്ലാവരും അകത്ത് കിടപ്പുണ്ട്. നിലവിൽ നമ്മുടെ നെടുങ്കാട് വാർഡ് കൗൺസിലർ ബീന ചേച്ചി ഉണ്ട്. ബീന ചേച്ചിയാണ് PRSൽ പോയി കണ്ടിട്ട് വന്നത്. വായ ചേച്ചി ബീന ചേച്ചിയോട് സംസാരിക്കും. തന്നെയാണ് പെട്ടെന്ന് തന്നെ ഈ അപകടം അറിഞ്ഞ ഉടൻ തന്നെ BJPയുടെ കൗൺസിലർമാരും അതോടൊപ്പം തന്നെ നഗരസഭയിൽ നിന്നും അടക്കം ആളുകൾ ഇവിടേക്ക് എത്തി ഇവിടെ നിന്നുള്ള അന്തേവാസികളെ അടക്കം ഒഴിപ്പിക്കുന്നതിനുള്ളൊരു നീക്കങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഒഴിവായി എന്നതാണ് ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇവിടെ നിന്നും
കാണുമ്പോൾ മനസ്സിലാകും 2 കുറ്റി ഗ്യാസ് ഉണ്ടായിരുന്നു. അതിലൊരു കുറ്റിയായിരുന്നു ഗ്യാസ് തീർന്നിരുന്നു. അതിൽ നിന്നും ആ സിലിണ്ടർ ഊരി മാറ്റുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ അപകടമുണ്ടായത്. പകർന്ന് മറ്റൊരു ഗ്യാസിലേക്ക് കണക്ട് ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അതോടുകൂടി തന്നെ വലിയ ശബ്ദത്തോട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഇതൊക്കെ ശബ്ദം കേട്ട ഉടനെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഭയങ്കര പേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എപ്പോൾ എങ്ങനെയായിരുന്നു ഇത്? ചേച്ചി ഉണ്ടായിരുന്നു ഇവിടെ? ഞാൻ തന്നെ ഡ്യൂട്ടിയിൽ നിന്ന് ഗ്യാസ് തീർന്നത് വേറെ മാറ്റി വെച്ചതാണ്. ഒരു മറ്റേ കുറ്റിയിലോട്ട് നമ്മൾ പുതിയ കുറ്റിയായിരുന്നു അത്. ഞാനാണ് രാവിലെ പൊട്ടിച്ച് വെച്ചത്. ഓഫ് ആക്കിയില്ലായിരുന്നു? ഓഫ് ചെയ്തിട്ട് റെഗുലേറ്റർ ഊരാൻ പറ്റുള്ളൂ. അങ്ങനെ ഓഫ് ചെയ്തിട്ടാണ് ഊരിയത്. അപ്പം താഴത്തെ അടുപ്പിലിരുന്ന് തീർന്നത് കൊണ്ട് അതിനെ മാറ്റി വയ്ക്കാനായിട്ടാണ് ആ കുട്ടി ഡ്യൂട്ടിക്ക് കയറിയതാണ്. അവൻ ആ മായാണ് മാറ്റി വെച്ചത്. ഞാൻ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യായിരുന്നു ഇറച്ചി. അങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇച്ചിരി ഇവിടെ വന്ന് ഈ വാതിലിൽ നിന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് സൗണ്ട് കേട്ട് ഗ്യാസ് ലീക്കായി സൗണ്ട് കേൾക്കായിരുന്നു. അപ്പം ആ അടുപ്പിൽ സിമ്മിലായിട്ട് തോരത്തിനിട്ടിരുന്നു. അപ്പോൾ അതിൽ നിന്നും വരാനാണ് സാധ്യത കൂടുതലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇങ്ങനെ സൗണ്ടായിരുന്നു, ഭയങ്കര ഉച്ചത്തിലെ സൗണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ ആരുമില്ല, ഒരു മെയിലും ഫീമെയിലും ഉള്ളുമായിരുന്നു. അപ്പോൾ ആ പയ്യൻ അങ്ങ് നിൽക്കുക. ഞങ്ങൾ കിടന്ന് വിളിയായിട്ടാണ് അവനെ ഓടി വന്നാണ്. അവൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഗ്യാസ് കുറ്റി കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചൊക്കെയായിരുന്നു. അപ്പോൾ അത് കയ്യിൽ നിൽക്കാതെയാണ് ഇങ്ങനെ ആളി കത്തുകയായിരുന്നു. അപകടം ഉണ്ടായ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി. മറ്റ് സമീപ പ്രദേശത്തുണ്ടായിരുന്ന നഗരസഭയുടെ ജോലികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇവരെല്ലാവരും ആ സ്ഥലത്തേക്ക് ഓടിയെത്തിയ ഉടൻ തന്നെ മറ്റ് ഗ്യാസ് ഇവിടുന്ന് നിന്ന് എടുത്തു മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചെന്നെത്തി. അതോടൊപ്പം തന്നെ മറ്റാളുകളെ, ഇവിടുത്തെ അന്തേവാസികളെ അവരെ ഇവിടെ നിന്ന് പുറത്തുനിന്നേക്ക് ഒഴിപ്പിക്കുന്നതിനേക്കൊക്കെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കുന്നതോടുകൂടി തന്നെ വലിയ അപകടം ഒഴിവായി. വലിയ ശബ്ദത്തോടു കൂടി തന്നെയായിരുന്നു പൊട്ടൽ. നമുക്കറിയാം, കാണുമ്പോൾ ഇവിടുന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇതിലൊരു ഭീകരാവസ്ഥ. എന്തായാലും ഭാഗ്യത്തിന് ആളുകൾക്കാർക്കും വലിയ രീതിയിലുള്ളൊരു കുഴപ്പമുണ്ടായില്ല. 1-2 പേർക്ക് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇത് ആറ്റുകാലാണ്. ആറ്റുകാലിനടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. സായാഹ്നം എന്ന് പറയുന്ന അന്തേവാസികൾ താമസിക്കുന്ന വൃദ്ധസദനത്തിലാണ് ഇത്തരത്തിലൊരു ഗ്യാസ് പൊട്ടിത്തെറിച്ചുള്ള അപകടമുണ്ടായത്. ഉടൻ തന്നെ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ നഗരസഭാ അധികൃതരും അതോടൊപ്പം തന്നെ നഗരസഭയിലെ BJP കൗൺസിലർമാരടക്കം ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ആളപായമോ അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങളോ ഉണ്ടാകാതെ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയും. KP. ശരി. തിരുവനന്തപുരത്ത് ഗ്യാസ് പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കല്ലടിമുഖം ഓൾഡേജ് ഹോമിലാണ് ഗ്യാസ് പൊട്ടിത്തെറിച്ചത്. തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലുള്ള സായാഹ്നം ഓൾഡേജ് ഹോമിലാണ് ഈ ഒരു അപകടമുണ്ടായത്. വിവരങ്ങളാണ് പ്രശാന്ത് ശങ്കരമംഗലം നൽകിയത്.